ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാണ്. ആറാട്ടണ്ണനുണ്ട് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ ആ പരാതി പറയുന്നുണ്ടല്ലോ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നേ? ഇപ്പൊ പറഞ്ഞത് WCCയിലെ അംഗത്തിനെതിരെ തന്നെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് WCC അംഗമാണ് നമ്മുടെ രേവതി, നടി രേവതി. രഞ്ജിത്തിന്റെ കാമുകിയാണ് രേവതി എന്നാണ് പറയുന്നത്. അറിയില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ പെൺകുട്ടികളായിരുന്നു മുൻപോട്ട് വന്നിരുന്നത് ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത് വളരെ മോശം രീതിയിൽ ഇത് ആൺകുട്ടികളും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൂടാതെ ഈ ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഡയറക്ടറുടെ ഈ ഒരു കേസിൽ എല്ലാം കൂടിയിട്ട് ആ ഒരു വ്യക്തി പറയുന്നത് ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് രേവതിക്ക് അയച്ചു കൊടുത്തു, രേവതിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. നമുക്ക് ബാക്കി കൂടി കേൾക്കാൻ എന്താ പറയുന്നത് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്. അപ്പൊ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവര് നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അപ്പോൾ ഇതിപ്പോ ഭയങ്കരമായിട്ട് വരലാകുന്നുണ്ട്. കാരണം ഇതിപ്പോ എങ്ങോട്ട് പോകുന്നു എന്നറിയില്ല. എങ്ങോട്ട് പോകുന്നു ഈ മലയാള സിനിമയിലെ ഈ പീഡനവും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ പറഞ്ഞു ചുറ്റിക്കറങ്ങി ഇപ്പം വീണ്ടും WCCയിലെ അംഗത്തിനെതിരെ ഉള്ള ഒരു ആരോപണം കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ, എങ്ങോട്ട് ഇത് പോകുന്നു അല്ലെ? ഇത് ഒരു ഏറ്റവും നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു പീഡന പരമ്പരയായിട്ട് ഇത് മാറുന്നുണ്ട്. ഇതിന്റെ പോക്ക് എങ്ങോട്ടാണ്, ഇത് എവിടെ അച്ഛന്ന് അവസാനിക്കുന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഇത് വളരെയധികം എന്താ പറയുക, ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഇത് ആ ഒരു വ്യക്തി പറയുന്നതാണ്. എത്രത്തോളം വിശ്വസനീയമാണ്, അതിനുള്ള തെളിവുകൾ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ആ ഒരു വ്യക്തി ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ ഇപ്പം WCC ആണ് ഈ ഒരു വിഷയം തന്നെ ഈ ഒരു രീതിയിലേക്ക് എത്താനുള്ള ഒരു കാരണമായി മാറിയ സംഘടന. അപ്പോൾ അവരിലെ ആൾക്കാർ പോലും ഇങ്ങനെയുള്ള രീതിയിലേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ മലയാളം ഇൻഡസ്ട്രി മൊത്തത്തിൽ ഒരു എന്താ പറയുക കളങ്കപ്പെട്ട രീതിയിലാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. എല്ലാവരും വളരെ മോശം രീതിയിൽ എല്ലാവരും പീഡിപ്പിക്കുന്ന ആൾക്കാരായിട്ടാണ് ഇപ്പം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രേവതി ഇതിനു മുൻപ് പറഞ്ഞതും ഇപ്പം രേവതിക്ക് എതിരെ വന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ട്രോളുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് മുമ്പ് രേവതി പറഞ്ഞത് WCCക്ക് ഇവരുടെ സ്വകാര്യതയെ മാനിച്ചിട്ട് മുഴുവനായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആഗ്രഹമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഇതിലെ പേരുകൾ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ പോലും ഇതിലെ ആരോപണങ്ങൾ ആൾക്കാർ വരുന്ന സമയത്ത് രേവതിയുടെ പേരടക്കം ഇതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് എന്ത് നടപടിയാണ്, ഇതിന് എന്ത് ഉത്തരവാണ് രേവതി അടക്കമുള്ള WCC അംഗങ്ങൾ കൊടുക്കാന്ന് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് നമ്മുടെ മലയാള സിനിമയും നമ്മുടെ എന്താ പറയുക കേരളം തന്നെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഓരോരോ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ കുറച്ച് ആരോപണങ്ങളാണ് രാവിലെ വന്നത്. ഭയങ്കര മോശം, ഇത് ചിരിക്കണോ കരയണോ എന്നറിയാത്ത രീതിയിലുള്ള ഒരു ആരോപണമായിപ്പോയി. ആറാട്ടണ്ണനും കുറച്ചു പേർക്കും എതിരായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, മറ്റേ പെരേരക്കൊക്കെ എതിരായിട്ട്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇവർക്കെതിരെയോ അങ്ങനെയുള്ള ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ന്യൂസ് കൂടി കണ്ടിട്ട് വരാം. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഹ്രസ്വചിത്ര സംവിധായകൻ വിനീതിനെതിരെ കേസെടുത്തു. യുവതിയെ വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സിനിമയിലെ ഭാഗങ്ങൾ വിശദീകരിച്ചു നൽകാൻ ആവശ്യപ്പെട്ട് കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഒരു ഡയറക്ടർ വിനീത് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറയുകയും അതിൽ ചൂഷണമായിട്ട് എന്നെ ശാരീരികമായിട്ട് യൂസ് ചെയ്യും. എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വന്ന് എന്നെ സെക്സ്വലി നല്ല രീതിയിൽ ചൂസ് ചെയ്യും. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് ഭീഷണി മുഴക്കം കോളുകളും പല രീതിയിലുള്ള എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി വരെ മുഴക്കി. നിന്നെ കൊന്നു കളയും, ആരും അറിയാത്ത രീതിയിൽ നിന്നെ കൊന്നിട്ടേക്കും. ഇതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ ഗ്രൂപ്പാണ്. ആറാട്ടണ്ണനുണ്ട് ഇതിൻ്റെ അകത്ത്. ഗ്യാങ് എന്ന് പറഞ്ഞാൽ 1-ാം പ്രതി വിനീത്, 2 അലൻ ജോസ്, 2 ബ്രൈറ്റ്, 3 അലൻ ജോസ്, 4 ആറാട്ടണ്ണൻ, 5 അഭിലാഷ്. ഇത് ഇത്രയും ആൾക്കാരാണ് എനിക്കെതിരെ നല്ല രീതിയിൽ കളിച്ചിരിക്കുന്നത്. അപ്പൊ ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര ഇവർക്കൊക്കെ എതിരായിട്ടാണ് ഒരു വ്യക്തി തന്നെ വന്നിട്ട് മുൻപിലേക്ക് വന്നിട്ട് മാധ്യമങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ബൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെയൊക്കെ പോക്ക്, ഇതിനൊക്കെ അവസാനം. പക്ഷെ
എന്തൊക്കെ വന്നാലും ഇതിൽ പെടുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയാണെന്ന് അറിയുന്ന സമയത്ത് നമ്മളധികം ഞെട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉള്ളത് ഏതൊക്കെയാണ്, ഇല്ലാത്തത് ഏതൊക്കെയാണ്, ഇതൊക്കെ വ്യക്തമായിട്ട് നോക്കിയും കണ്ടുമൊക്കെ വേണം പരാതി എടുക്കാൻ. ഉള്ളത് തന്നെയാണോ എന്ന് നോക്കണം. ഇതൊക്കെ കെട്ടിയിട്ടിട്ട് വീട്ടിൽ കയറി കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടറിയാം ഇതിന്റെയൊക്കെ അവസാനം എവിടെ ചെന്ന് അവസാനിക്കും. അതുപോലെ തന്നെ ഉള്ളതാണോ അല്ലെങ്കിൽ ഇല്ലാത്തതാണോ. ഉള്ളതാണെങ്കിൽ എന്തായാലും അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള അത്രയും വലിയ രീതിയിലുള്ള ഒരു നടപടികളും ശിക്ഷാ നടപടികളും തന്നെ ഇവർക്കെതിരെ വേണം. അല്ലാത്ത പക്ഷം ആരാണോ വ്യാജമായിട്ടുള്ള പരാതികളാണെങ്കിൽ അതിനെതിരെയും നടപടി വേണം തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി കൂടി കേട്ടോ. ഈ സംഭവം ഉണ്ടായത് എപ്പോഴാണ്, എവിടെ വെച്ചാണ്, പരാതി നൽകിയിട്ടുള്ളത് എവിടെയാണ്? അനുജ, ചേരാനെല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് യൂട്യൂബർ ആറാട്ടൻ എന്ന് വിളിക്കുന്ന സന്തോഷ് വർക്കി അടക്കം 5 പേരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. പ്രകൃതിവിരുദ്ധ പീഡനത്തിനും ട്രാൻസ്ജെൻഡർ അതിക്രമത്തിനും ഉൾപ്പെടെയാണ് കേസ്. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റായി സിനിമയിൽ ജോലി ചെയ്യുന്ന ഈ യുവതിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവിധായകനായ വിനീത് അപ്പോ ട്രാൻസ്ജെൻഡറെയാണ് പീഡിപ്പിച്ചേക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ട്രാൻസ്ജെൻഡറെ കൂടിയാണ് പീഡിപ്പിച്ചേക്കുന്നത്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ പീഡനം ആരോപിച്ച് വരുന്നവരില് സ്ത്രീകൾ മാത്രമല്ല ഉള്ളത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു WCC സംഘടന തുടങ്ങിയതെങ്കിലും അവരാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ മുൻപിൽ നിന്നതെങ്കിൽ പോലും പക്ഷേ ഇപ്പൊ വരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ ബോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആണുങ്ങളടക്കം എല്ലാവരും ഇതിന് വിധേയരായിട്ടുണ്ട്. ഇതിന് എന്താ പറയാ, പീഡിപ്പിക്കപ്പെട്ടിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതായിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള നടപടികൾ എടുക്കണം. അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ ഇതെവിടെ ചെന്ന് അവസാനിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഈ അടുത്തായിട്ട് ഇപ്പം ഇന്ന് തന്നെ നമ്മുടെ വിശാല് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വിശാല് പറഞ്ഞ കാര്യത്തിലേക്കൊന്ന് പോകാം. Finally, you are the office bearer of Nadigar Sangam also. So, what kind of actions are you planning to bring in the Tamil industry? We are forming an association. We are going to make sure to make it very clear to everyone, one and all, not just the top actors or one and all the actresses. Please come and complain if there is any kind of advancement, dirty advancement, physical advancement. Please kindly come and inform us. We will take action. അപ്പോൾ ഇവരുടെ നടികർ സംഘം എന്ന് പറയുന്ന അവരുടെ വകയും ഇനിയിപ്പോൾ എന്താണ് ഒരു ഹേമ കമ്മിറ്റി പോലെ ഒരു എന്താ പറയാ ഒരു കമ്മിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ രൂപീകരിച്ചിട്ട് അവരും ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തമിഴിലേക്കാണ് നെക്സ്റ്റ് മൂവ്. തമിഴില്ല ആരൊക്കെ പിടിക്കപ്പെടും, അതുപോലെ തന്നെ ആരൊക്കെ ജയിലിലകപ്പെടും, ആരൊക്കെ ആരോപിക്കപ്പെടും എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടിയിട്ട് വിശാല് പറയുന്നുണ്ട്. Because we had an incident where Amla Paul was having an issue. Amla Paul immediately she slippered him. She called me. She called Karthi. We put him in jail. So the law should be strict. There should be a strict law from now on. More strict law. People going to jail and coming out in 10 days and again going back to normal life. That is not the thing. അപ്പോൾ നമ്മുടെ വിശാല് പറയുന്നത് നമ്മുടെ അമല പോളിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് കാർത്തിനെയും അതുപോലെ തന്നെ വിശാലിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇവർ അത് വലിയ രീതിയിൽ അവർ നടപടി എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. അതുപോലെ ഇനിയുള്ള ആർക്കാണെങ്കിലും ഇവരുടെ അടുത്ത് പോയി കംപ്ലൈന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് ആർക്കും കംപ്ലൈന്റ് ചെയ്യാം. അതുപോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നടന്ന പോലുള്ള കാര്യങ്ങൾ അവിടെയും അവർ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് ഇന്ത്യ മൊത്തത്തിൽ നമ്മളാണ് ഇത് തുടക്കം ഇട്ടത്. അത് വലിയൊരു തുടക്കം തന്നെയാണ്. എന്തായാലും ഇത് മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അതിൽ ആരൊക്കെ പിടിക്കപ്പെടും എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു മൂവ്മെന്റ് തന്നെയാണ്. നമുക്കിത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ഉറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ തരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തു പറഞ്ഞ് അതിനെതിരെ നടപടികളും കാര്യങ്ങളും വേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നടന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പീഡന ചരിത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പീഡന പരാതികളാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് കണ്ടറിയാം ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നു, എവിടെ വരെ എത്തുന്നു എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും കുറെ പരാതികൾ വരുന്നുണ്ട്, കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. മോഹൻലാലും അതുപോലെ ഷക്കീലെ അടക്കം വന്നിട്ട് പറയുന്നുണ്ട് ഇതിന്റെ പവർ ഗ്രൂപ്പിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണെന്ന്. അതുപോലെ തന്നെ ഇതിന് മെയിൻ ആയിട്ട് നിൽക്കുന്ന ആൾ ദിലീപാണെന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഏതായാലും താഴെ കമന്റ് ചെയ്യുക. ആരൊക്കെ പിടിക്കപ്പെടുന്നത് നമുക്ക് കണ്ടറിയാം.